അടിപൊളി. ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേ കർമ്മഭൂമി തളിരിടും വർണ്ണമേകിയും ഞങ്ങൾ പാടും കീർത്തനങ്ങളാകണേ ചോടുമേ പദം നൃത്തലോലമാകണേ കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ പോലും അമൃതമാകണേ പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടും വർണ്ണമേകിയും നമ്മിൽ വാഴുമാം ഇന്നു വാഴ്ത്തിടാം. Good afternoon. Okay. Thought of today. Ma'am, I'm Aishwarya. Thought of the day. Look deep into nature and then you will understand everything better, by Albert Einstein. In this course, Albert Einstein explains the beauty and wisdom of nature. Thank you. Okay. Sign in. ഞാനാണ് മാം. കേൾക്കാവോ മാം? കേൾക്കാം. പറഞ്ഞു. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂട് കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ കൊമ്പിൽ നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ കൊമ്പിൽ വരും ജന്മത്തിലെങ്കിലും ശൗരി ഒരു പൂവായി വിരിയാൻ കഴിഞ്ഞുവെങ്കിൽ നീ കാൽക്കൽ വീണടിയുവാൻ കഴിഞ്ഞുവെങ്കിൽ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. താങ്ക് യു മാം. സൈൻ ഇൻ ബൈ ബിന്ദുച്ച. Very good. Good afternoon to all. Good afternoon, ma'am. Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ മാം. നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റ് എന്താ വരെ എടുത്തത്? സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് എടുക്കണ്ടേ? ഫിസിക്കൽ അതെ മാം എടുക്കണം. ലിവിംഗ് കണ്ടീഷൻസ് കഴിഞ്ഞു സർ. ഫിസിക്കൽ എൻവയോൺമെന്റ് കംപ്ലീറ്റ് ചെയ്തില്ലേ? അത് കഴിഞ്ഞു. പോസ്റ്റ് ലിവിംഗ് കണ്ടീഷൻസ് കഴിഞ്ഞു. സോഷ്യോ ഇമോഷണൽ എൻവിറോൺമെന്റ് എടുക്കണം. ഓക്കെ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ. 38.
Okay. Socio-emotional environment. First one, parental attitudes and child rearing practice, socio-economic status, family structure, sex and culture. ഒരു കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് എന്താ സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്. എന്താണ് പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്? കുട്ടികളെ വളർത്താനുള്ള പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, അവരുടെ പ്രാക്ടീസ് ഒക്കെ. യെസ്. അതായത് ഒരു സാമൂഹ്യ വൈകാരിക അന്തരീക്ഷത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഫസ്റ്റ് വൺ പറയുന്നത് മാതാപിതാക്കളുടെ മനോഭാവമാണ്. മീൻസ് അതായത് കുട്ടികളെ വളർത്തുന്ന രീതി എങ്ങനെയായിരിക്കണം? മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കുട്ടികളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? വേണ്ടേ? ഒരു ആറ്റിറ്റ്യൂഡും വേണ്ടേ? നന്നായിട്ട് നല്ല ബിഹേവിയർ, നല്ല ഡിസിപ്ലിൻ ആയിരിക്കണം, ബഹുമാനം വേണം, പേരും വേണം. ഓക്കെ. യെസ്. അതൊരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കുട്ടി വളർച്ചയെ സഹായിക്കുന്നുണ്ടോ? നിങ്ങൾ പെരുമാറുന്ന പെരുമാറ്റങ്ങൾ കുട്ടി വളരുന്നതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതല്ലേ അവര് കണ്ടുപഠിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അത് അവർ കണ്ടുപഠിക്കല്ലേ ചെയ്യുന്നേ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ അതുപോലെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമ്മ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് നിന്നാലേ നമ്മളോട് കുട്ടികൾ എല്ലാ കാര്യവും തുറന്നു പറയുള്ളൂ. അവരുടെ ഓരോ ഏജിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ ചെറിയ പ്രായത്തിലാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓരോ ടോയ്സ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു. ഓക്കെ, ശരിയാണ്, പറഞ്ഞതെല്ലാം ശരിയാണ്. അപ്പൊ പഠനത്തിലും അവരുടെ കൂടെ നിൽക്കുക, അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ മിസ്. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. ചിലപ്പോ എല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരും. അസൈൻമെന്റ്, സെമിനാർ, പ്രൊജക്ട് അല്ല, അങ്ങനെയല്ല. ചിലപ്പം ചെയ്തു കൊടുത്താ അങ്ങനെയൊക്കെ വരേണ്ടി വരും എന്ന് പറഞ്ഞതാ. അതും ഒരു പാടാണ്, പക്ഷെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മള് മാക്സിമം നല്ലൊരു കെയറിങ് കൊടുക്കണം. അതിനപ്പുറം ഒരു സ്നേഹം ഉണ്ടാവണം അല്ലെ? കുട്ടികളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആദ്യം പറയുന്നത്. സ്നേഹിക്കണം അല്ലെ? സ്നേഹം, അതുപോലെ തന്നെ കെയർ. പിന്നെ നമ്മൾ ശിക്ഷ കൊടുക്കുന്ന, പണിഷ്മെന്റ് കൊടുക്കണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല. പണിഷ്മെന്റ് കൊടുക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അല്ലെ? അവര് മാക്സിമം അപ്പൊ പണിഷ്മെന്റ് കൊടുക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഒരു ശിക്ഷ കൊടുക്കുന്നത് എന്തിനാണ് നമുക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുക. ചിലപ്പോ നമ്മൾ ആദ്യത്തെ ഇമോഷണൽ നമ്മൾ അവരോട് ചൂടാവും അല്ലെ? ആദ്യത്തെ ഇമോഷണലിലെ കാര്യമൊന്നും പറയാതെ എന്ത് ചെയ്യും, ചൂടാകുകയോ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ട് നമ്മുടെ വികാരം മുതൽ കുട്ടികളോട് അത് തീർക്കുന്നു. പക്ഷെ കുട്ടി നമ്മളത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കുട്ടി ഒരിക്കലും തിരിച്ചറിയില്ല. എന്തുകൊണ്ടാണ് അമ്മ ദേഷ്യപ്പെട്ടത്, എന്തുകൊണ്ടാണ് അച്ഛൻ ദേഷ്യപ്പെട്ടത് എന്ന് നമ്മളത് പിന്നീട് ഒരു സമയത്ത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അങ്ങനെ അവരത് മനസ്സിലാക്കി പോയാൽ മാത്രമേ അവർക്കൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അല്ലെ? അവർക്ക് എന്താണ്, അവര് നിങ്ങളെ കണ്ടാണ് വളരുന്നത് അല്ലെ? നമ്മളുടെ കുറെ കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മൾ നല്ലൊരു മനോഭാവം കുട്ടികൾക്ക് കൊടുക്കണം. എപ്പോഴും ഫ്രണ്ട്ലി ആവാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ നമ്മളോട് വന്നിട്ട് പറയുള്ളൂ. അല്ലാതെ നമ്മൾ എന്നും പേടിപ്പിച്ച് നിർത്തിയാല് കുട്ടികൾ അങ്ങനെ തന്നെ നിന്ന് പോവുള്ളൂ. അങ്ങനെ പേടിപ്പിച്ച് നിർത്തേണ്ടതല്ല പാരന്റ്സ് അല്ലെ? അതായത് നമ്മളോട് ഏറ്റവും ഓപ്പൺ സ്പേസ്. പിന്നെ ഒരു കാര്യം കൂടി ഇല്ലേ മാം, അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു സ്പേസും കൂടി നമ്മൾ കൊടുക്കണ്ടേ? അപ്പോഴേ അവർ നമ്മളോട് എന്തും നമ്മളോട് ഷെയർ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് എപ്പോഴും ഒരു പേടിയായിരിക്കും. ഞാൻ വീട്ടിൽ വന്ന് പറയാമോ, അല്ലെങ്കിൽ എനിക്കത് പറയാൻ പറ്റുമോ, അമ്മ എങ്ങനെയായിരിക്കും എടുക്കുക, ഇതായിരിക്കും. അപ്പൊ അതും കൂടെ ആ സ്പേസ് അവർ എന്ത് പറഞ്ഞാലും ചെറിയ കാര്യം സമയത്താണ് ഇങ്ങനെ ഒരു പ്രാക്ടീസ് കൊടുക്കേണ്ടത്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ആ ചെറുപ്പം മുതൽ എങ്ങനെയാണോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, അവർക്ക് നമ്മളോട് ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. കമ്മിറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആ ഒരു അറ്റാച്ച്മെന്റില്
അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എന്തും നമ്മളോട് വന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റണം. ആ ഒരു ഫ്രീഡം കൊടുത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും കുട്ടി അച്ഛനെയോ അമ്മയോ ഭയന്നുള്ള ഒരു ജീവിതം അത് ഏറ്റവും അത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ജീവിക്കുന്ന കുട്ടികളുണ്ട്, എല്ലാം നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ഹയസ്റ്റ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന പാരന്റ്സ് ഉള്ള കുട്ടികള് അങ്ങനെ അവർക്കത് സ്നേഹമൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് എന്നും ഓവർലോഡഡ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. അതിൽ റിലേറ്റ് ചെയ്ത് പോകുന്ന കുറെ പാരന്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ സംഭവിക്കുന്ന അങ്ങനെയുള്ള കുട്ടികളാണ് പലതരം അപകടങ്ങളൊക്കെ എത്തിച്ചേരുന്നത്. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പാരന്റ്സിന് കുട്ടിയോട് സംസാരിക്കാൻ നേരമില്ല, അല്ലെങ്കിൽ ഒന്ന് കെയർ ചെയ്യാനോ ആരെങ്കിലും നോക്കാനായിട്ട് വീടിനൊക്കെ ഏൽപ്പിച്ചിട്ട് പോകും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് അവിടെ എന്താ കിട്ടുന്ന കുട്ടികൾക്ക്? അച്ഛനമ്മയെ കിട്ടുന്നില്ല. കുട്ടി അച്ഛനമ്മ വരുന്ന സമയത്ത് കുട്ടി ഉറങ്ങി, പിറ്റേ ദിവസം കുട്ടി രാവിലെ അതിരാവിലെ തന്നെ കുട്ടി പോകും. അച്ഛനമ്മയ്ക്ക് നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ കുറെ ഫാമിലീസ് അങ്ങനെ ബാഡ് സിറ്റുവേഷൻസിൽ വളർന്നു വരുന്നവരുണ്ട്. പക്ഷെ ഇതോടൊപ്പം തന്നെ ഇതേപോലെ വർക്ക് ഷെഡ്യൂൾ കൂടെ പാരന്റ്സും നന്നായിട്ട് കുട്ടികളെ നോക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. രണ്ട് ഭാഗമുണ്ട്, രണ്ട് വിഭാഗം ആൾക്കാർ അങ്ങനെയുണ്ട്. അപ്പൊ നമ്മള് കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ്സ് ശരിക്കും പറഞ്ഞാൽ അവരുടെ വളർച്ചയുടെ വികാസത്തിന് അത് സഹായിക്കുന്നുണ്ട്. അപ്പൊ നല്ല ആറ്റിറ്റ്യൂഡ് കൂടി കുട്ടികളെ വളർത്തിയെടുക്കുക, നല്ല പരിശീലനങ്ങൾ അല്ലെങ്കിൽ നല്ല മനുഷ്യനാവാനായിട്ടാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, ആകുകയോ ഇല്ലാത്തതോ അത് അവരുടെ ഇഷ്ടം അല്ലെ. നമുക്ക് മാക്സിമം പറഞ്ഞു കൊടുക്കാവുന്ന നമ്മൾ പറയാം. ഓരോരുത്തർക്ക് ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വളർന്നു വന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് കുട്ടികൾ ഓരോ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്. സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് എന്താണ്? സാമൂഹിക സാമ്പത്തിക നില. ഒരു കുട്ടിയുടെ വളർച്ചയെയും വികാസത്തെയും സാമൂഹ്യ സാമ്പത്തിക നില ബാധിക്കുന്നുണ്ടോ? ബാധിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഇപ്പം എന്താ സാമ്പത്തികമായിട്ട് മേളിൽ നിൽക്കണ ഒരു ഫാമിലിയിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളിലും അവന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചോദിച്ചാലും കിട്ടും. പക്ഷെ സാമ്പത്തികമായിട്ട് കുറഞ്ഞു നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ അവന് ചിലപ്പോൾ അത് കിട്ടാൻ കുറെ സമയം എടുക്കും. നമ്മളിൽ പലരെ ആൾക്കാരുടെയും ചെറുക്കാലത്ത് അങ്ങനെയായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ആഗ്രഹിച്ച് ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ അത് വാങ്ങിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളനുസരിച്ച് സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കാൻ നോക്കും. അപ്പം സ്റ്റാറ്റസ് ഉള്ളവരുടെ കാര്യം അത്യാവശ്യം നല്ല നിലയിൽ ജീവിക്കുന്നവര്. പക്ഷെ അങ്ങനെ അല്ലാത്തവരാണെങ്കിലോ? ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കാൻ പറ്റൂലേ? നല്ല നല്ല ഫുഡ് പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട്. ഓക്കെ, നല്ല ഫുഡ്സ് കുട്ടിക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നല്ല വസ്ത്രങ്ങൾ കൊടുക്കാം, നല്ല പാർപ്പിടം കൊടുക്കാം, നല്ല ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. അവരുടെ സ്വഭാവത്തിൽ അതിന്റെ ഒരു ചേഞ്ച് ഉണ്ടാവും മിസ്സേ. ബേസിക് നീഡ്സ് ഒക്കെ അത്യാവശ്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതായത് നല്ല സ്റ്റാറ്റസ് ഉള്ള ഒരു ലൈഫ് ആണെങ്കിൽ. പക്ഷെ അതൊന്നും അല്ലാത്തവരാണെങ്കിലും എന്തായിരിക്കും? എന്തൊക്കെ വ്യത്യാസങ്ങൾ അവിടെ വരുന്നുണ്ട്? അവർക്ക് സമൂഹത്തിലോട് ഇടപഴകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരുമായിട്ട് മിണ്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റാറ്റസ് കുറവായിരിക്കും അല്ലെ. അങ്ങനെയുള്ളവരെ നോക്കിക്കാണുന്ന ഒരു സമൂഹമുണ്ട്. അയ്യോ, അവന്റെ വീട്ടിൽ പണം ഇല്ലാത്തതാണ് അല്ലെ, അവന്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ അച്ഛൻ കൂലിക്ക് പണിക്ക് പോണതാണ്, ഇനി അവനായിട്ട് കൂട്ടുകൂടുക. അങ്ങനെയൊക്കെ ഒരു സംസാരമൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇല്ലാന്ന് പറയരുത്. അവർക്ക് മെന്റലി അവർ കുറച്ച് വീക്ക് ആയിരിക്കും. കാരണം ഇങ്ങനെ സമൂഹത്തിൽ അവർ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകും. ശരിയാണ് മിസ്. നല്ല ഭക്ഷണങ്ങൾ പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് പറയുമ്പോ നമ്മൾ അതിനെ അങ്ങനെയല്ല, അതായത് പേരൻസിന്റെ ഒരു ഇതുണ്ടല്ലോ, മക്കൾ അങ്ങനെയല്ല, നമ്മളും അവരുടെ മുമ്പിലും അങ്ങനെ നല്ല ഉയർച്ചയിൽ തന്നെയാണ്. ഈ ഒന്നും ഇല്ലായ്മയാണെങ്കിൽ ശരി, അവർക്ക് ആ ഒരു മാനസിക വിഷമം വരുമ്പോ നമ്മൾ അത് അവരുടെ മനസ്സിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അവർക്ക് ആ മുന്നിൽ നിൽക്കുന്നതിനൊരു ഇത് വരത്തില്ല. അവരുടെ മുമ്പിൽ അവർ പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ മനസ്സങ്ങ് ഡള്ളായി പോകും. അതാണ് ശരിയാണ്. അങ്ങനെ നിൽക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ സൊസൈറ്റി, അതാണ് സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് എന്ന് പറയാൻ കാരണം. നമ്മുടെ സൊസൈറ്റിയില് എന്താ പറയാ, പണം ഉള്ളവനാണ് എന്നും ഒരു വിലയുണ്ടെന്ന് പറയാം അല്ലെ. ഒരു സ്റ്റാറ്റസ് ആണ്. പണത്തിന് ഒരു ഭയങ്കര ഒരു വിലയുണ്ട്. പണം, നിങ്ങൾ മണിയും അല്ലെങ്കിൽ പണത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു സെന്റൻസ് പറയാമോ? ഈ പണം എന്താണ് നമ്മുടെ ലൈഫിലെ പൈസയുടെ ഇമ്പോർട്ടൻസ് ശരിക്കും പറയാറില്ലേ, ഇപ്പോഴത്തെ കാലത്ത് എന്തായാലും പറയല്ലേ ഒരാള്
പറ. ഇപ്പോഴത്തെ കാലത്ത് മാം നമുക്ക് പൈസ ഇല്ലാണ്ട് ഒന്നും നേടാൻ കഴിയില്ല അല്ലേ? നേടാനില്ല. അതെ മാം, അതാണ് ഇപ്പോ ഇമ്പോർട്ടന്റ് നമുക്കിപ്പോ. അതെ. ഇപ്പോഴത്തെ കാലത്ത് പൈസ ഇല്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് എന്താ? വിശപ്പ് അല്ലേ? അതെ മാം. ഇപ്പൊ എന്തിനും പൈസയാണ് മിസ്. എന്ത് കാര്യത്തിനും പൈസ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തിനും നമുക്ക് പൈസ വേണം. 100 രൂപ കൊണ്ട് നിങ്ങൾ ഒരു കടയിൽ പോയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് എത്ര സാധനം വാങ്ങിക്കാൻ പറ്റും? 100 രൂപ അത് കൊണ്ടല്ലേ മിസ്? കഴിഞ്ഞു പോകുന്നത് അറിയില്ല മാം. അത് കഴിഞ്ഞു പോകുന്നത് അറിയില്ല സാധനം മേടിക്കുമ്പോ. ചെറുപയർ, വൺപയർ എന്നാലും 1/2 കിലോ ഒക്കെ വാങ്ങുവാണെങ്കിൽ കയ്യിലെ പൈസ അപ്പോഴേ ഒരു സാധനം വാങ്ങിക്കുമ്പോ തന്നെ തീരും. പിശുക്കി വാങ്ങിക്കുകയാണെങ്കിൽ 10 രൂപയ്ക്ക് കോൾഗേറ്റ്, ഉപ്പ് 10 രൂപയുടെ അങ്ങനെ 5 രൂപയുടെ സാധനം വാങ്ങിക്കുവാണെങ്കിൽ 100 രൂപയ്ക്ക് കുറെ വാങ്ങിക്കാം മിസ്. 5 രൂപ 10 രൂപയ്ക്ക് ആണെങ്കിൽ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ശരിയാണ്. ഹോർലിക്സിന്റെ പാക്കറ്റിനൊക്കെ 5 രൂപയുള്ളൂ മിസ്. ഹോർലിക്സ്, ബൂസ്റ്റ്. അതെ, മനസ്സിലായില്ലേ? ഇവിടെ വന്നിട്ടാലും ജീവിച്ചോ നിങ്ങള്. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമുക്ക് 10 രൂപക്ക് ജീവിച്ചവരുണ്ട്, 20 രൂപക്ക് ജീവിച്ചവരൊക്കെ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നിങ്ങൾ. അപ്പോഴത്തെ കാലത്ത് സാധനത്തിന് എല്ലാം കുറവായിരിക്കും മാം. അതെ അല്ല മിസ്, മാരേജ് കഴിഞ്ഞ ടൈമില് ഹസ്ബൻഡ് ഇതേപോലെ 100 രൂപയ്ക്ക് ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ക്യാരറ്റ്, ഒരു 3-4-5 ബീൻസ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതേപോലെ ചുരുങ്ങിയുള്ള സമയത്ത് ചുരുങ്ങിയും ഒരു രീതിയില്. ഇപ്പൊ അതൊന്നും നടക്കൂല. ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനാണ് ചുരുക്കുന്നത്. ഇപ്പൊ ഹസ്ബൻഡല്ല, ഇപ്പൊ ഞാനാണോ കയ്യില് പൈസ വെക്കണമല്ലോ. ഇവരിന്നത് വേണമെന്ന് പറയുമ്പോ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ. നമ്മുടെ ഈ ഇക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പാരന്റ്സിന് ചിലപ്പോൾ അത് അറിയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ അത് അനുഭവിക്കുന്നത് സ്കൂൾ ലൈഫിലാണ് അല്ലെ? സ്കൂളിൽ പോണ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ, വിവേചനമൊക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങുന്നത്. ഇപ്പൊ കുട്ടികൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ വിചാരം എന്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടെങ്കിലും അതാണ് ഏറ്റവും നല്ല പൊസിഷൻ എന്നായിരിക്കും ആ കുട്ടി വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഇപ്പൊ എന്റെ പപ്പ ബാങ്കിലാണ്, എന്റെ പപ്പ ഡോക്ടറാണെന്ന് പറയുമ്പോ ആ ഒരു സമയത്താണ് കുഞ്ഞ് ആ ഒരു അന്തരം മനസ്സിലാവുന്നത്. അപ്പൊ അവിടെ വെച്ച് ക്ലാസ് റൂമിൽ നിന്ന് തന്നെ കുട്ടികളിൽ നിന്ന് തന്നെ കുട്ടികൾ ആ ഒരു ഡിസ്ക്രിമിനേഷൻ തിരിച്ചറിയും. അങ്ങനെ വീട്ടിൽ വന്നത് പറയും. അപ്പൊ അവന്റെ വീട്ടിൽ ഒരുപാട് പൈസ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ എന്താ പൈസ ഇല്ലാത്തത്? കുട്ടികൾ അവിടെ തിരിച്ചറിയുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു വേർതിരിവ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നമ്മുടെ സൊസൈറ്റിയിൽ നിന്നാണ് ഈ രൂപപ്പെടുത്തി വരുന്നത്. അപ്പൊ ചില കുട്ടികൾ അത് മെന്റലി ആണ് ഹെൽപ്പ് ചെയ്യുന്നത്, മെന്റലി ആണ് വീക്ക് ആക്കുന്നത്. മാം ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നതിന് വരെയും അത് അഫക്ട് ചെയ്യാറുണ്ട് മാം. ശരിയാണ്. അത് നമ്മൾ പഠിച്ച കാലത്തും ഉണ്ടായിരുന്നില്ലേ? എനിക്ക് പണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ വേർതിരിവ് കാണിക്കുന്ന കൂട്ടുകാരെ ഉണ്ടായിരുന്നു. ഉണ്ടായിട്ടുണ്ട്. അതെ. ഇപ്പൊ MT40 ഒരു കുട്ടി പറയണ ബുധനാഴ്ച ദിവസമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ദിവസം ടീച്ചറെ, അന്ന് കളർ ഡ്രസ് ഇടണം. MT40 നിങ്ങളിലേക്ക് ഏജ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് ആള്. കളർ ഡ്രസ് ഇടുന്ന ദിവസം നമുക്ക് അധികം ഡ്രസ്സുകൾ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അല്ലെ? അപ്പൊ ആ ടീച്ചർ എപ്പോഴും ഒരു പാർഷ്യാലിറ്റി കാണിക്കുമായിരുന്നു, ആ ക്ലാസ്സിൽ ടീച്ചർ. പുതിയ ഡ്രസ് ഇട്ടെന്ന് പറഞ്ഞ ആളെ ക്ലാസ്സിൽ വിളിച്ചൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് എല്ലാവരെയും ഒന്ന് കാണിക്കും. പക്ഷെ എല്ലാ ബുധനാഴ്ചയും ഒരേ ഡ്രസ് ഇട്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ആ കുട്ടികൾ, അപ്പൊ ആ കുട്ടിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞ ടീച്ചർ, എനിക്ക് അതായിരുന്നു എന്റെ ആദ്യത്തെ ആഗ്രഹം, ഒരു ബുധനാഴ്ച എങ്കിലും ഒരു നല്ല ഡ്രസ് ഇട്ടിട്ട് ടീച്ചറിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഇതേപോലെ ആ കുട്ടി നിൽക്കുന്ന പോലെ എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹിച്ചത്. ക്ലാസ് അവസാനിക്കുന്ന സമയമായപ്പോഴാണ് ഒരു ഓണം സമയം, ക്ലാസ് ഓണം അല്ലല്ലോ, ക്രിസ്മസ് കഴിഞ്ഞൊരു സമയത്താണ് ആ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി. ആരോ വന്നിട്ട് ആരോ കൊടുത്തതാണ്. പക്ഷെ ഭാഗ്യത്തിന് ഒരു നല്ല ഉടുപ്പായിരുന്നു അന്ന്. ആളുടെ ശരിക്കും റിയൽ സംഭവമാണ് കേട്ടത്. അന്നത്തെ ദിവസം ടീച്ചറെ, അത് പിറ്റേ ദിവസം എനിക്ക് സൺഡേ കിട്ടി, ബുധനാഴ്ച വരെ ഞാൻ അതിന് വേണ്ടി പൊതി പൊട്ടിക്കാതെ ഞാൻ കാത്തിരുന്നു. അത് പൊട്ടിച്ചപ്പോ കവറിൽ കണ്ടു റോസ് കളറിലെ നെറ്റാണ്, ഉടുപ്പാണെന്ന്. പക്ഷെ ഞാനത് തുറന്നില്ല ടീച്ചറെ. ബുധനാഴ്ച രാവിലെയാണ് ഞാൻ പൊട്ടിച്ച് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട്. പക്ഷെ ടീച്ചർ അത്ര നേരം എന്നെ വിളിച്ചില്ല. ക്ലാസ്സിൽ ആളെ ഇട്ടിരിക്കുന്നത് വെച്ചാൽ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളോ, ഇത്ര നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വിളിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. കുറെ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം വിളിക്കാറായപ്പോ ഒരു കുട്ടിയായിട്ട് പറഞ്ഞു, ടീച്ചറെ ഇന്ന് റസ്മിൻ ഇട്ടിരിക്കുന്നത് നല്ല പിങ്ക് ഡ്രസ്സുള്ള ഗൗൺ പോലത്തെ ഡ്രസ്സാണെന്ന് പറഞ്ഞപ്പോ ഒന്ന് ജസ്റ്റ് നോക്കി ടീച്ചർ തലയുയർത്തി നോക്കിയിട്ട് വേണോ വേണ്ടെന്നുള്ള രീതിയിൽ വിളിച്ചു നിർത്തിയിരുന്ന ആളെ അങ്ങനെ കാട്ടിക്കൊടുക്കും. അപ്പൊ
അപ്പൊ അവിടെയൊക്കെ ഡിസ്ക്രിമിനേഷൻ ആണ് കാണിക്കുന്നത്. സ്റ്റാറ്റസിന്റെ ബേസിസിലാണ് ഒരു രീതി. അധ്യാപകർ ഒരിക്കലും അങ്ങനെ കാണിക്കാൻ പാടില്ല. അപ്പൊ ഈ ഒരു പോർഷൻ എടുത്തപ്പോ ആ കുട്ടി പറഞ്ഞ എക്സാമ്പിൾ ആണത്. റിയൽ ലൈഫിൽ നടന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ കുട്ടികളുടെ മാനസികമായിട്ടാണ് അത് തകർക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും അധ്യാപകർ ആ ഒരു രീതിയിൽ കുട്ടികളോട് പെരുമാറരുത്. പിന്നെ മാം അധ്യാപകര് നമുക്ക് ഈ ഇംഗ്ലീഷ് കൂടുതലും എന്താണ് ഈ പഠിക്കുന്ന കുട്ടികളോടാണ് അവർക്ക് കൂടുതലും ഒരു അറ്റാച്ച്മെന്റ് ഈ ടീച്ചേഴ്സിന്. പക്ഷെ ഒരിക്കലും അങ്ങനെയും ചെയ്യാൻ പാടില്ല മിസ്സേ. കുറച്ച് പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെ ആയിരിക്കണം അവര് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അതും നമുക്ക് ഈ സമൂഹത്തിൽ അതും വലിയൊരു ഇഷ്യൂസ് ആണ്. അപ്പം മറ്റേ ഒട്ടും ഈ ബാക്ക് ബെഞ്ചേഴ്സ് ഇപ്പൊ തന്നെ പറയാറില്ലേ റൗണ്ട് സീറ്റിലാക്കണമെന്നാണ് ഇപ്പൊ ഗവൺമെന്റിന്റെ ഓർഡർ അല്ലേ. അതായത് ബാക്ക് ബെഞ്ചസിനെ അവോയ്ഡ് ചെയ്യും. പക്ഷെ അന്നേരം ആ കുട്ടിയുടെ മനസ്സിലും ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും എനിക്കിത് നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് മിസ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ടീച്ചേഴ്സ് ആയാലും നമ്മൾ ഇനി ടീച്ചേഴ്സ് ആവാൻ പോവാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ അല്ല, ഇത്തിരി ബാക്കോട്ട് നിൽക്കുന്ന കുട്ടികളെ കൊണ്ടുവരണം അവരുടെ ഒപ്പം തന്നെ. അപ്പൊ നമ്മുടെ ക്ലാസ് ഫുള്ള് ഫില്ലാവും. അതാണ് ചെയ്യേണ്ടത്. അതെ അതെ, ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് 50 പേര് നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ 50 പേരെ നിങ്ങൾ ഒരേപോലെ കാണണം. 50 പേര് നമുക്ക് ഒരേപോലെ തന്നെയാണ് കേട്ടോ, ഒരാളും വ്യത്യസ്തമായിട്ടില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ പോയാലും ക്ലാസ് എടുക്കുന്നതാണെങ്കിലും എങ്ങനെയാണെങ്കിലും അപ്പൊ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് സഹായിക്കാം. അപ്പൊ പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടോ അങ്ങനെയുള്ളവരെ കാണുകയാണെങ്കിൽ സഹായം ചെയ്തു കൊടുക്കുന്ന വെച്ചൊന്നും പോകാനില്ല. നമ്മുടെ MT5 ഒരു കുട്ടിയുണ്ട്, ഫ്രീ ആയിട്ടാണ് കുട്ടി ട്യൂഷൻ എടുത്തു കൊടുക്കുന്നത്. MT5 ഇപ്പൊ പഠിച്ചു പോയി സ്മിത എന്നിട്ട് ഫ്രീ ആയിട്ട് എടുത്ത് അതെന്തോ എപ്പോഴും അതിന് നല്ലൊരു ജോലി കിട്ടി, നല്ല സ്കൂളിൽ ജോലി കിട്ടി. അതാണ് ഫ്രീ ആയിട്ട് ഒരുപാട് വർഷം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുത്തു. പക്ഷെ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ട്യൂഷൻ സെന്റർ ഇടാൻ പറ്റില്ല. കാരണം ദൈവം കൊടുക്കുന്ന ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ്. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വരെ എന്താണ് ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചിരുന്നത്, പൈസ ഒന്നും വാങ്ങിക്കേണ്ട. പക്ഷെ സ്മിതയുടെ വീട്ടിലെ ഏറ്റവും ദയനീയമായ സ്ഥിതിയുള്ള കുട്ടിയാണ്. അച്ഛനും അമ്മയും സാധാരണ കൂലിപ്പണിക്കാരാണ്. വീട്ടിൽ ഒരുപാട് മക്കൾ വേറെ ഉണ്ട്. അവരൊക്കെ ചെറിയ ജോലിക്കൊക്കെ പോകണം. പക്ഷെ ആ കുട്ടി എന്നിട്ടും തന്റെ അറിയാവുന്ന കഴിവ് വെച്ചിട്ട് മറ്റുള്ള കുട്ടികൾക്ക് അറിവാണ് പകർന്നു കൊടുത്തത്. പക്ഷെ അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലി കിട്ടി. പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് കുട്ടികൾക്ക് ആള് TTC ചെയ്തു, BEd ചെയ്തു, അങ്ങനെ കെമിസ്ട്രി ആയിട്ട് എത്തുന്നത്. അങ്ങനെ ചെയ്ത് സ്വന്തമായിട്ട് ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങിയപ്പോൾ നല്ലൊരു സ്കൂള് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന അധ്യാപകരുണ്ട്. ഭക്ഷണം വരെ കൊടുക്കുമെന്ന് പറയുന്ന കുട്ടി വീട്ടിൽ കഞ്ഞിയും പയറാണെങ്കിലും ടീച്ചർ എന്റെ വീടിനടുത്തുനിന്ന് വന്നിരുന്ന കുട്ടികള് ഒന്നും വീട്ടിൽ പോയി ഭക്ഷണം ഇല്ലാത്തവരാ, അവർക്ക് വരെ ഞാൻ കൊടുക്കുമായിരുന്നു ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പൊ അത് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമുണ്ട് നമ്മളോട് പറഞ്ഞത്. ഇപ്പൊ നല്ലൊരു പൊസിഷൻ ആയതിനു ശേഷം ആള് പറഞ്ഞത് ആളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമായിരിക്കും, എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കുട്ടികളോടും വിവേചനത്തോടെയോ ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ ബിഹേവ് ചെയ്യാൻ പാടില്ല. കുട്ടീനെ മെന്റലി ആണ് അത് വീക്ക് ചെയ്യുന്നത്. സൊസൈറ്റി കൊടുക്കുന്ന വികാരങ്ങൾ, സൊസൈറ്റി കൊടുക്കുന്ന കാഴ്ചപ്പാട് കുട്ടികളിൽ വേർതിരിവുകളാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് അടുത്ത ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇത് ഫാമിലി സ്ട്രക്ചർ. എത്ര ടൈപ്സ് ഓഫ് ഫാമിലി നമുക്കറിയാം? കൂട്ടുകുടുംബം ഉണ്ട്, അണുകുടുംബം ഉണ്ട്. പറഞ്ഞത് മര്യാദയാണ്. കൂട്ടുകുടുംബം മീൻസ് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും താമസിക്കുന്നവര്. അണുകുടുംബം എന്ന് പറഞ്ഞാല് അച്ഛനും അമ്മയും കുട്ടികളും മാത്രം താമസിക്കുന്നത്. ഈ രണ്ടിലെ ഫാമിലി സ്ട്രക്ചർ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ നമ്മൾ ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ എത്ര മെമ്പേഴ്സ് വീട്ടിലുണ്ടാവും? ഒരു 6-7 പേരെങ്കിലും കാണും. അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, ആന്റി, അങ്കിൾ, അവരുടെ കുട്ടികള്, പിന്നെ വേറെ ആരെങ്കിലും, അല്ലെങ്കിൽ മാക്സിമം 7 പേര് 8 പേര് അല്ലെ? അവരുടെ അച്ഛനൊക്കെ ഉണ്ട്, അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഫാമിലീസ് ഒക്കെ ഉണ്ട് അല്ലെ? ഓക്കെ, അച്ഛന്റെ അമ്മ, അമ്മയുടെ അമ്മ, ഞങ്ങളത് ജോയിന്റ് ഫാമിലിയാണ് ഹസ്ബൻഡിന്റെ വീട്ടില്. ഞാൻ കല്യാണം കഴിച്ചു പോയത് പേരുണ്ട്. 30 പേരുള്ള വീട്ടിലേക്കായിരുന്നു. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഒരു 10 പേരെങ്കിലും ഉണ്ട് ആ വീട്ടില്. മിക്കവരും പല ഇടത്തേക്ക് ഇപ്പൊ മാറി. ഐശ്വര്യയാണ്. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് ഒരു 10-30 പേരുണ്ടായിരുന്നു. പിന്നെ അവരും അവരുടെ മക്കളും കുഞ്ഞു മക്കളും ഒക്കെ ആയിട്ട് തറവാട് വീടാണ്. ഇപ്പോഴും എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും എല്ലാവരും ഒത്തുകൂടും. പക്ഷെ ഹസ്ബൻഡ് ഒറ്റ മോനാണ്, അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോനാണ്. ആ അമ്മയുടെ അമ്മ ഇപ്പൊ മരിച്ചുപോയി, 100 വയസ്സ് കഴിഞ്ഞായിരുന്നു ആൾക്ക്.
പിന്നെ അമ്മയുടെ അനീത്തിമാര്, അനിയന്മാര്, ചേട്ടൻ, ചേച്ചി എല്ലാവരും ഒരുമിച്ചായിരുന്നു ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ മക്കളും കല്യാണം കഴിച്ചിട്ട് അവിടെയായിരുന്നു. പിന്നെ അവരൊക്കെ അങ്ങോട്ട് മാറിപ്പോവാ ചെയ്തത്. അച്ഛന്റെ ഫാമിലി ഇങ്ങനെ 9 ജനറേഷനാണ്. അതായത് 9 പേരായിരുന്നു. ഒരു പെൺകുട്ടി മാത്രമാണ് അതില്. ഇങ്ങനെ ഇതേപോലെ ശ്രാദ്ധമൊക്കെ ഉള്ള സമയത്ത് എല്ലാരും കൂടുമായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും അവിടെ ഇവിടെ ഓരോരുത്തർ മരിച്ചു. അങ്ങനെ. ശരി. അപ്പൊ ന്യൂക്ലിയർ ഫാമിലി എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? 4. നമ്മള് ക്ലാസ്സിൽ ചോദിക്കുമ്പോ എല്ലാ കുട്ടികളും കൂടെ ആൻസർ പറയൂലേ? ക്ലാസ്സിൽ നോർമൽ ക്ലാസ്സിൽ അതേപോലെ തന്നെ ഇവിടെ കൂടി പോയാല് 3 പേര് 4 പേരൊക്കെ ന്യൂക്ലിയർ ഫാമിലി ഉണ്ടായിരിക്കും. അപ്പൊ ഈ 2 ഫാമിലിയും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? അവിടെ എന്താണ് ഒരു മെയിൻ പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്? എന്താണ്? ഷെയറിങ് ഇമോഷൻസ് ഷെയർ ചെയ്യാനും ബന്ധങ്ങൾ ഉണ്ടാവില്ല. അതെ, കുട്ടികൾക്ക് റിലേഷൻഷിപ്സിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇപ്പൊ ജോയിന്റ് ഫാമിലിയിലാണെങ്കിൽ ഒരു 5-6 മെമ്പേഴ്സ് ഉണ്ട്. അച്ഛൻ, മുത്തശ്ശൻ, അമ്മ, ആന്റി, അങ്കിളൊക്കെ വരുന്നുണ്ട്. കുട്ടികള് വീട്ടിൽ തന്നെ കുറെ മെമ്പേഴ്സിനെ കാണാണ് അല്ലെ? അവരെ ആദ്യം കാണുന്ന അവരുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ വീടിന്റെ അകമാണ് അല്ലെ? വീടിന്റെ അകത്താണ് അവര് കുറച്ച് ആൾക്കാരെ കാണുന്നത്. അപ്പൊ പലരുടെ സ്വഭാവങ്ങൾ പലരും ഒബ്സർവ് ചെയ്യുന്നു, പലരുടെ മാനേഴ്സും കാണുന്നു, പല ബിഹേവിയർ കുഞ്ഞ് കണ്ട് വളരുന്നു അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് എന്താണ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിനോട് ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു സമൂഹം അറിയാത്ത രീതിയിൽ അങ്ങനെ ഒരു പ്രശ്നം കുട്ടിക്ക് വരും. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് കുട്ടിക്ക് തോന്നുന്നില്ല. പക്ഷെ ന്യൂക്ലിയർ ഫാമിലിയിലുള്ളവരാണെങ്കിൽ എന്താണ്, ചിലപ്പോൾ ചില അച്ഛനും അമ്മയും ജോലിക്ക് പോകാം. ചിലപ്പോൾ കുട്ടി വരുന്ന സമയത്ത് അച്ഛനമ്മ ഉണ്ടാവില്ല. അച്ഛനമ്മയും വരുന്ന സമയത്ത് കുട്ടി ട്യൂഷന് പോയിട്ടുണ്ടാവും. ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്താണ് ഉറങ്ങാനുള്ള സമയമാകും. പിന്നെ അവിടെ സംസാരിക്കാൻ സമയമില്ല, ഷെയർ ചെയ്യാൻ സമയമില്ല, ഒന്നുമില്ല. ഇത്തിരി ഒരു സമയം ഒരു കൂടെ ഇരിക്കുന്നത് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയായിരിക്കും അല്ലെ? പിറ്റേ ദിവസം ഇതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെയുള്ള ഫാമിലി ഉണ്ട്. പക്ഷെ ന്യൂക്ലിയർ ഫാമിലി തന്നെ ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരുണ്ട് അല്ലെ? ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണം നമ്മൾ അല്ലെ? അല്ലെങ്കിൽ ഞങ്ങളെ മാറ്റി ഇരുത്തി എന്ന് പറഞ്ഞു ഞങ്ങൾ ന്യൂക്ലിയർ ആണ്, ഞങ്ങൾ മര്യാദ ജീവിക്കണം എന്നുള്ളതൊക്കെ പ്രശ്നം വരും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വേറൊരു ക്ലാസ്സിൽ വേറൊരു ഇഷ്യൂ ഉണ്ടായി, അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ എന്താണ് മിക്ക ഇതും ന്യൂക്ലിയർ ഫാമിലി അങ്ങനെ തന്നെയാ വരിക. അതില് തെറ്റൊന്നുമില്ല. അപ്പൊ സ്ട്രക്ചർ, ഈ കുടുംബത്തിന്റെ ഘടന എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയും വികാസത്തെ ഒരേപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ ഫാമിലിയിലാവുന്ന സമയത്ത് ഉണ്ടാകുന്ന ശരിക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ന്യൂക്ലിയർ ഫാമിലിയിൽ മിക്കതും ഉണ്ടാവുന്നത്. കാരണം പാരന്റ്സിനെ അടുത്ത് കാണുന്നില്ല, പാരന്റ്സിന്റെ കൂടെ അടുത്ത് എന്താണ് സമയം ചെലവഴിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന കുറെ കുട്ടികളുണ്ട്. പക്ഷെ ഇതേ സമയം ജോയിന്റ് ഫാമിലി ആണെങ്കിൽ എന്താണ്, അച്ഛനും അമ്മയും ഇപ്പൊ ജോലിക്ക് പോയാൽ തന്നെ എന്താണ് വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവും അല്ലെ? ബാക്കിയുള്ള മുത്തശ്ശനോ മുത്തശ്ശിയോ അങ്കിളോ ആന്റിയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. കേൾക്കാമോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സെക്സ് ആൻഡ് കൾച്ചർ. സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റിൽ വരുന്നതാണെന്ന് സെക്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. ലൈംഗികതയും സംസ്കാരവും. എന്താണത്? ലൈംഗികതയും സംസ്കാരവും എന്ന് പറയുന്നത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് പറയാമോ? മെയിൽ ഡോമിനേഷൻ. എന്തോ? മെയിൽ ഡോമിനേഷൻ സൊസൈറ്റി അല്ലേ നമ്മുടേത്? മെയിലാണ് ഡോമിനേഷൻ കൊടുക്കുന്നത്. ഭയങ്കര ഒക്കെ വരുന്നതോ? ആരെങ്കിലും അല്ലേ മൈക്ക് ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിരുന്നേ. യെസ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഏത് ജെൻഡറിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്? പുരുഷന്മാർക്ക്.
ആൺകുട്ടികൾക്ക് അല്ലേ മിസ്? മെയില് എന്താ പെൺകുട്ടികൾക്ക് കൊടുക്കാത്തെ? അത് പെൺകുട്ടിയല്ലേ? മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കൂടുതലും പെൺകുട്ടികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പുരുഷന്മാരെക്കാൾ മിസ്സേ, കൂടുതൽ പഴയ ആൾക്കാർ കൂടുതലും കുടുംബം മുന്നോട്ട് നയിക്കാൻ ഇതേപോലെ തന്നെ ആൺകുട്ടികൾക്കാണ് കൂടുതലും ഇത് കൊടുക്കുന്നത്. പെൺകുട്ടികൾക്ക് അവിടെ സ്ഥാനമില്ലേ. പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ വ്യത്യാസമുണ്ട്. രീതിയിൽ എല്ലാവർക്കും നന്നായിട്ട് പെൺകുട്ടികൾ വേണം എന്നുള്ളതാണ്. കണ്ടോ? നിങ്ങളെ പെൺപിള്ളേരുടെ സ്വഭാവം കണ്ടോ നിങ്ങള്? അതൊക്കെ പറച്ചിലേ ഉള്ളൂ. പ്രാക്ടിക്കലി വരുമ്പോ മെയിലിന് തന്നെയാണ് ഇപ്പോഴും ഡോമിനേഷൻ. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികള് എനിക്ക് പഠിപ്പിച്ച കുട്ടികളെ വെച്ച് ഞാൻ പറയാണ്, 8, 9, 10 പഠിപ്പിച്ച കുട്ടികളെ വെച്ച് ഞാൻ പറയാണ്, 4 കൊല്ലം പഠിച്ചവരുടെ എക്സ്പീരിയൻസില് പെൺപിള്ളേരുടെ സ്വഭാവം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ. പ്രത്യേകിച്ച് ആൺകുട്ടികളെ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ പെൺകുട്ടികള് നമ്മള് പഠിച്ച കാലഘട്ടത്തിൽ നമ്മുടെ കൂട്ടുകാരിമാരെ പോലത്തെ കൂട്ടുകാരികളൊന്നും അല്ല ഇപ്പോഴും. ഭയങ്കര ബോൾഡാണ് അവരെ. വീട്ടിലും അത് തന്നെ. വീട്ടിൽ പാരന്റ്സ് മീറ്റിംഗിൽ പാരന്റ്സ് വരുമ്പോൾ മക്കളോട് അമ്മമാര് പറയാണ്, ടീച്ചറെ ഞാൻ ഒരു വാക്ക് പറഞ്ഞ അവള് കേൾക്കില്ല, അവരുടെ തന്നെ ഇഷ്ടമാണ്, അതാണ് ഇതാണ്. അത് തന്നെയാണ് ക്ലാസ്സിലും കാണിക്കുന്നുണ്ട്. നമുക്ക് കണ്ടായിരുന്നോടെ, നമുക്ക് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് ഒരു കാര്യം ചോദിച്ചാൽ 10 കാര്യങ്ങൾ പറയും. അങ്ങനത്തെ നേച്ചറുള്ള കുറെ കുട്ടികൾ ഇപ്പൊ ഈ സമൂഹത്തിലുണ്ട്. നിങ്ങള് സ്വഭാവം മാത്രമല്ല, ഇങ്ങനെയുള്ള കുട്ടികളുടെ നടത്തം കണ്ടിട്ടില്ലേ നിങ്ങള്? പുറത്തോട്ടൊന്ന് ഇറങ്ങി വെക്കും. നിങ്ങള് പുറത്തിറങ്ങി നോക്കിയാൽ കാണാം, ഇപ്പൊ 10, +1, +2 ആ ഒരു റേഞ്ചിലുള്ള കുട്ടികള് ഭയങ്കര മോഡേൺ ആയിട്ട്, മോഡേൺ ഡ്രസ്സിംഗ് ഒന്നും നമ്മളൊന്നും പറയുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ പഠിച്ച കാലഘട്ടത്തിലെ പോലെ അത്രയും പാവപ്പെട്ട കുട്ടികളൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. പാവപ്പെട്ട വീട്ടിൽ വളരണമെന്ന് വിചാരിച്ച് അവര് നടക്കുന്ന നടത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ശരിയാണ് മിസ്സേ, മിസ്സേ. ഞാനൊരു കാര്യം പറയട്ടെ മിസ്സേ? മിസ്സേ ഒരു കാര്യം പറയട്ടെ മിസ്സേ? നേരത്തെ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കിപ്പോഴേ റിലേഷൻ ഉണ്ട്, ഇപ്പൊ ആരെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും അറിയാതെ അത് ഇങ്ങനെ മനസ്സിൽ വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പേരൊക്കെ ഇടും. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ എല്ലാം പബ്ലിക്കാണ്. ഇപ്പൊ ഈ ഇൻസ്റ്റഗ്രാം തന്നെ തുറന്നു നോക്കി എന്തൊക്കെയാ കാണുന്നത് കുട്ടികള്. അതെല്ലാം പബ്ലിക്കായിട്ട് കാണിച്ചുകൊണ്ട് നടക്കാണ് ഇങ്ങനെ. അവൾക്ക് പറ്റിയൊരു കൂട്ടുകാരി തൊട്ടടുത്തുള്ള, അവൾക്ക് ഒരു ഗ്യാങ് ഉണ്ടോ? 5 പേര് 6 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ഉണ്ടോ? നിനക്കവൻ ഇഷ്ടമാണോ? പണ്ടത്തെ വീടുകളില് അച്ഛനും അമ്മയൊക്കെ പറയുമായിരുന്നു നിനക്കവൻ ഇഷ്ടമാണോ? ഞാനിപ്പോ തന്നെ പോയി പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടി എന്റെ നെയ്ബറായിരുന്നു മിസ്. അപ്പൊ ആ കുട്ടി എപ്പോഴും എന്റെ ഒപ്പം വന്നിരിക്കും, കമ്പ്യൂട്ടറിലൊക്കെ പാട്ടുകളൊക്കെ കാണുമായിരുന്നു. പെട്ടെന്നാണ് ഒരു ദിവസം പിറ്റേ ദിവസം ആ കുട്ടി ഇങ്ങനെ പോയത്. അപ്പൊ ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ വിചാരിക്കണം എന്താണ്, എനിക്കറിയാൻ പറ്റും, ഇങ്ങനെ ഒരു സബ്ജക്റ്റേ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ്, തിയേറ്ററിലൊക്കെ പാവം അവളുടെ അച്ഛൻ പോയി നോക്കണം, പാവപ്പെട്ടവരാണ്. പക്ഷെ ആ കുട്ടി പോയി. പക്ഷെ ആ കുട്ടി കുറെ അനുഭവിക്കുകയും ചെയ്തു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ്. കാരണം ഹസ്ബൻഡ് ഭയങ്കര കുടിയാണ്, അടിയും തല്ലും ബഹളവും ഒക്കെയാണ് എപ്പോഴും. മിസ്സേ ഒരു കാര്യം പറഞ്ഞോട്ടെ? എന്താണെന്നറിയോ, ഈ ഇടയ്ക്ക് ഒരു സ്പീച്ച് കേട്ടതാണ്. അതില് ആ ഡോക്ടർ പറയുന്നതിനാണ്, സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ലേഡീസിന് പൊതുവെ മിനിറ്റിൽ അവർക്ക് മൂഡ് എപ്പോഴും സ്വിങ് ആയിക്കൊണ്ടിരിക്കണം, അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതേപോലെ തന്നെ അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭയങ്കര അഡമന്റും ആണ്. അത് ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഏരിയയിൽ തന്നെ ആരും വിശ്വസിക്കത്തില്ല, പെൺകുട്ടികൾ വരെ പബ്ലിക്കായിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പൊ. അത് ചോദിച്ചു കഴിഞ്ഞാൽ മുഖത്തൊരു റിയാക്ഷൻ രമ്യ. പഴയ ഫാഷനാണ്. MDMA എല്ലാ തരം മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട്. സിഗരറ്റ് പഴയ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. എല്ലാ തരം മയക്കുമരുന്ന് ഇപ്പൊ പെൺകുട്ടികൾ ഉപയോഗിക്കും. നമ്മൾ വിചാരിക്കുന്ന പെൺകുട്ടികളല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പാവപ്പെട്ട കുട്ടികളുണ്ട്, നല്ല സ്വഭാവമുള്ള കുട്ടികളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ കൂടുതൽ നിങ്ങള് എറണാകുളത്തോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര മോശം കുട്ടികളാണ്. സിഗരറ്റ് മാത്രമല്ല മിസ്, സിഗരറ്റും ഡ്രിങ്കും മറ്റേ ഇത് പാൻപരാഗ് ഇതൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. മോശമായിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിലും അവര് പോകുന്നുണ്ട്. സ്ത്രീകളെയും അതിന്റെ കൂടെ, അതായത് പെൺകുട്ടികളെ അതിന്റെ കൂടെ കാണാൻ പറ്റും. അതാണ്
ഓക്കെ, ശരി. അപ്പൊ എന്താ പറഞ്ഞത് ഇപ്പൊ? ടോപ്പിക്കിൽ നിന്നൊക്കെ വിട്ടുപോയി നിങ്ങള്. എങ്ങനെയാണ് എക്സാം കൾച്ചർ പറഞ്ഞപ്പോഴാണ് എക്സാം കൾച്ചർ കുട്ടികളില്ല നമ്മളെ ഒരു 6 വയസ്സ് അല്ലെങ്കിൽ 0 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളിൽ ഒരു ടെൻഡൻസി ഉണ്ട്. ആൺകുട്ടികൾക്കും അതെ പെൺകുട്ടികൾക്കും അതെ. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ആൺകുട്ടികൾക്ക് അമ്മയോടൊരു അട്രാക്ഷൻ ഉണ്ട്. ദെൻ അതേപോലെ തന്നെ എന്താണ് പെൺകുട്ടികൾക്ക് അച്ഛനോടൊരു അട്രാക്ഷൻ. അതെന്താണത്? സബ് കോൺഷ്യസ് സെക്സ് റിലേഷൻ ആണത്. അത് ഒരു പ്രോസസ്സാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പീരീഡിൽ നടക്കുന്നതാണ് സബ് കോൺഷ്യസ് സെക്സ് റിയാക്ഷൻ ആണത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് നമ്മൾ 2 പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് ഇലക്ട്ര കോംപ്ലക്സ് എന്നും ഒഡീപിയാസ് കോംപ്ലക്സ് എന്നുമാണ് അതിനെ പറയുന്നത്. ഇലക്ട്ര കോംപ്ലക്സ് എന്ന വികാരം കുട്ടിയിൽ രൂപപ്പെടുന്നത് ഗേൾ ചൈൽഡിലാണ്, പെൺകുട്ടിയിലാണ് ആ ഒരു കോൺസെപ്റ്റ് രൂപപ്പെടുന്നത്. അതായത് പെൺകുട്ടിക്ക് അച്ഛനോട് തോന്നുന്ന ഒരു സെക്ഷൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷൽ അറ്റാച്ച്മെന്റ് മീൻസ് അതിനൊരു നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് മനസ്സിലാവും. അതായത് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് അച്ഛനോട് തോന്നുന്നത്. ഒഡീപിയാസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? മകന് അമ്മയോട് തോന്നുന്ന സെക്സ് റിലേഷൻ അല്ലെങ്കിൽ സെക്സ് സബ് കോൺഷ്യസ് സെക്സ് റിലേഷൻ ആണ് കേട്ടോ. സബ് കോൺഷ്യസ് ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊരു പീരീഡിൽ നടക്കുന്നതാണ്. നമ്മുടെ ഏകദേശം 3 to 6 ഇയേഴ്സിനുള്ളിലാണ് ഈ ഒരു പീരീഡ് നടക്കുന്നത്. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില പെൺകുട്ടികൾക്ക് അച്ഛനോട് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കുള്ളൂ. അച്ഛനെയാണ് ഇഷ്ടം, അമ്മേനേക്കാൾ കൂടുതൽ അച്ഛനെ കെട്ടിപ്പിടിക്കുക, അച്ഛനുമ്മ കൊടുക്കുക. അത് ഒരിക്കലും നമ്മൾ വേറെ ഇത് കാണരുത്. ആ ഒരു പ്രോസസ്സ് അങ്ങനെ നടക്കുന്നതാണ്. ആ ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് വരുന്നതാണ് കേട്ടോ. ഒരിക്കലും അതിനെ മോശമായിട്ട് കാണരുത്. പക്ഷെ മോശമായിട്ട് കാണുന്ന സിറ്റുവേഷൻ വരുന്നത് ഈ ഒരു പ്രവണതയിൽ നിന്നാണ്. അതായത് ചില കുട്ടിയിൽ ഇത് നമുക്ക് കുറെ സ്റ്റേജ് ഉണ്ട്. സൈക്കോസെക്ഷൽ തിയറിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു തിയറി. നിങ്ങൾക്ക് അത് പഠിക്കാനൊന്നും ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ. സൈക്കോസെക്ഷൽ തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ. അദ്ദേഹത്തിന്റെ തിയറിയിലാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ 0 വയസ്സ് മുതൽ കുട്ടിയുടെ ഒരു 6 വയസ്സ് അല്ലെങ്കിൽ അഡോൾസെന്റ് 12 വയസ്സ് വരെ സമയത്ത് നടക്കുന്ന സെക്സ് റിലേഷൻഷിപ്സുകൾ. ഓക്കെ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഒരു ഫാലിക് സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട് കുട്ടികളുടെ. ഫാലിക് സ്റ്റേജ് എന്ന് പറഞ്ഞ സ്റ്റേജ് അതായത് 3 to 6 ഇയേഴ്സ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള സമയത്ത്, അതായത് ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു ഇന്ററാക്ഷൻ തോന്നുകയാണ് കേട്ടോ. യെസ്, ഓറൽ സ്റ്റേജ് ഉണ്ട്, അനൽ സ്റ്റേജ് ഉണ്ട്, ഫാലിക് സ്റ്റേജ് ഉണ്ട്. ഫാലിക് സ്റ്റേജിലാണ് എന്ത് നടക്കുന്നത്? ഇലക്ട്ര കോംപ്ലക്സ് ആൻഡ് ഒഡീപിയാസ് കോംപ്ലക്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് ശരിക്കും പറഞ്ഞാല് ഇത് നോർമൽ പ്രോസസ്സാണ്. എല്ലാവരും ഇത് നടന്നു പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊരു പരിധി കഴിഞ്ഞാല് നമ്മൾ ഈ നടക്കുന്ന ഈ പീഡനങ്ങള് പ്രശ്നങ്ങളൊക്കെ വരുന്ന കണ്ടിട്ടില്ല നിങ്ങള്? അത് ചില കുട്ടികള് ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വിട്ടുപോകും. ഈ പീരീഡിൽ നിന്ന് വിട്ടുപോകും. പക്ഷെ ചില കുട്ടികൾ എന്താണ് ഈ ഒരു ടെൻഡൻസി നിലനിൽക്കും. ഈ ഒരു സെക്ഷൽ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന കുട്ടികളിലാണ് അത്തരത്തിൽ നമ്മൾ കാണുന്ന ഈ എന്താ പറയാ മോശമായിട്ടുള്ള ചില പ്രവണതകൾ കണ്ടിട്ടില്ലേ ചില കുട്ടികളുടെ. ചില ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ നമ്മളത് കണ്ടെത്താറുണ്ട്, പാരന്റ്സ് കണ്ടെത്താറുണ്ട്. ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടാവും. ചിലവരിൽ അത് മാറിപ്പോകും, ചിലവരിൽ ഇത് കണ്ടിന്യൂ ചെയ്തവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അക്രമകാരികളായിട്ട് മാറിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പീഡന വിദഗ്ധന്മാരായിട്ട് മാറിയവരൊക്കെ ഇങ്ങനെയുള്ളതാണ്. ഓക്കെ, ഓക്കെ ഡോക്ടർ, ശരി. അപ്പോ എന്താണ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്? ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഗേൾ ചൈൽഡിന് അച്ഛനോട് തോന്നുന്ന അട്രാക്ഷൻ ആണ് ഇലക്ട്ര കോംപ്ലക്സ്. ഒഡീപിയാസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? അമ്മയോടുള്ള ഇഷ്ടം. ആൺകുട്ടികൾക്ക്. ഓക്കെ, അപ്പൊ ഗേൾ ഫാദർ എന്ന് പറയുന്നതാണ് ഇലക്ട്ര കോംപ്ലക്സ്. ഒഡീപിയാസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? അമ്മയും മകനുമായിട്ടുള്ളത്, അല്ലെങ്കിൽ മകന് അമ്മയോട് തോന്നുന്ന റിലേഷൻഷിപ്സ് ആണ്. ഓക്കെ, യെസ്. അത് എഴുതിയെടുത്തോ നിങ്ങള്? നോട്ട് ചെയ്തോ? പറയോ മിസ്? ഇലക്ട്ര, ELECTR, ഇലക്ട്ര, ELECT, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. ELECTR, ഇലക്ട്ര കോംപ്ലക്സ്. കോംപ്ലക്സ് എന്ന് അറിയാലോ, COMPLEX, കോംപ്ലക്സ്.
എന്നിട്ട് എഴുതി വെച്ചുള്ളൂ ഗേൾ ഒരു കോമയുടെ ഫാദറിനത് അല്ലെങ്കിൽ ഒരു ആരോ മാർക്ക് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. ലെറ്റർ കോംപ്ലക്സ് എഴുതിയിട്ട് ഗേളിന്ന് ആരോ മാർക്ക് കൊടുക്കുക, അതിന്റെ നേരെ ഫാദറിന് കൊടുക്കുക. അപ്പൊ ആര് തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ആണെന്ന് മനസ്സിലാവും. ഓക്കെ. നെക്സ്റ്റ് ഒഡിപിഎസ് കോംപ്ലക്സ്. ഒഡിപിഎസ് OED OED O OEDIPUS OEDIPUS. ODPS കോംപ്ലക്സ്. ടീച്ചറെ ഒന്നുകൂടെ സ്പെല്ലിംഗ് OEDIPUS കോംപ്ലക്സ്. ODPS കോംപ്ലക്സ്. യെസ്, വെരി ഗുഡ്. അപ്പൊ അതിന്റെ നേരെ എഴുതി വെക്കുക. അതിന് താഴെ മുകളിലോട്ട് എഴുതി വെക്കുക എന്താണ്? subconscious sexual attraction. Subconscious sexual attraction. Subconscious sexual attraction. മിസ്, ഈ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഷേക്സ്പിയറിന്റെ ഒരു ഡ്രാമയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മദറും സണ്ണും തമ്മിലുള്ള ഒരു റിലേഷന്റെ കാര്യം ഞാനത് വായിച്ചിട്ടുണ്ട്. ശരിയോ? സബ്കോൺഷ്യസ് സെക്ഷൽ അട്രാക്ഷൻ ആണ്. തിയറി വലിയ തിയറിയൊക്കെയാണ്, പക്ഷെ നിങ്ങൾക്കത് പഠിക്കാനൊന്നുമില്ല. ഞാൻ അല്ലെങ്കിൽ ക്ലാസ്സിൽ വെറുതെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. കുറച്ചല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇനി പഠിക്കാത്തവരുണ്ടാവില്ല, അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അങ്ങനെ കേട്ടിരുന്നോട്ടെ നമുക്ക് പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഓക്കെ. യെസ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഒരു തരം അട്രാക്ഷൻസ് കുട്ടികളിൽ ഒരു 6 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സിലേക്ക് ചിലപ്പോൾ പോകുള്ളൂ. പക്ഷെ ചിലവരിൽ എന്താണ് ഇത് സ്റ്റോപ്പ് ആ ഒരു പീരീഡിൽ അത് സ്റ്റോപ്പ് ആയി പോകും. പക്ഷെ ചിലവരിൽ ഇത് നിലനിൽക്കും. നിലനിൽക്കുന്ന സമയത്താണ് മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് നമ്മൾ ചിലപ്പോൾ വീട്ടുകാർ തന്നെയായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത്. ചിലപ്പോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അമ്മയ്ക്ക് മകനോട് അല്ലെങ്കിൽ മകൻ അമ്മയോട് ഇതേ റിലേഷൻഷിപ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പല ഇതൊക്കെ റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആ കുട്ടീനെ നമ്മള് എന്താണ് വിവിധ തരത്തിലുള്ള കൗൺസിലിംഗ് അതൊക്കെ ചെയ്ത് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് വരെ കൊടുത്തിട്ടാണ് ആ കുട്ടീനെ അതിൽ നിന്ന് മാറ്റിയത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് റിയൽ ലൈഫിൽ. ഞാനും കൗൺസിലിങ്ങിന് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്നിട്ട്, ഒരു അമ്മയും മകനും. ഇത് ശരിക്കും നടന്ന വേറൊരു സംഭവം പറയാം. ഐശ്വര്യ പറഞ്ഞ പോലെ ശരിയാണ്. കാരണം ഈ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്ന ഒരു മകനാണ്. അപ്പൊ അമ്മയും മകൻ ഒരുമിച്ചാണ്. അവര് ഒരുമിച്ചാണ്, മകനല്ലേ, ഒരുമിച്ചാണ്. അച്ഛനില്ലാത്ത, അച്ഛൻ പുറത്താണ്, അവരോടാണ് അച്ഛൻ. അപ്പൊ ദുബായിലെങ്ങുമാണ്. റിയൽ സംഭവമാണ് കേട്ടോ. അപ്പൊ രാത്രി കിടക്കുന്ന സമയത്ത് എപ്പോഴും ആള് ഒരു ഗ്ലാസ് പാല് കൊണ്ട് നമുക്ക് കൊടുക്കാറ്. അമ്മ അത് കഴിച്ചിട്ട് ഇത് ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നതല്ലേ? അമ്മ അത് കഴിച്ചിട്ട് പക്ഷെ അമ്മ കഴിച്ച് ഉറങ്ങും. അമ്മയ്ക്ക് അറിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ ഈ കുട്ടി സെക്ഷൽ അബ്യൂസ് ചെയ്യണ്ടായിരുന്നു. പക്ഷെ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ നെക്സ്റ്റ് മന്തിലാണ് ആള് പെയ്ഡ് പെട്ടെന്ന് ഷാർപ്പി വോമിറ്റിംഗ് ഒക്കെ വന്ന സമയത്ത് ഡോക്ടറെ കണ്ട സമയത്താണ് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. ഓക്കെ. യെസ്. അപ്പൊ അമ്മ ശരിക്കും ഞെട്ടിപ്പോയി. എന്താ അച്ഛൻ ഇപ്പൊ പുറത്താണ്, അപ്പം മറ്റുള്ള സമൂഹം എന്താ പറയാ, ആർക്കും അറിയില്ല അങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ ഡോക്ടറാണ് പറഞ്ഞു കൊടുത്തത്. ഡോക്ടറാണ് പറഞ്ഞത് കുട്ടിയെ ചെക്ക് ചെയ്യണോ. അങ്ങനെ കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് മോനാണ് എനിക്ക് പാല് കൊണ്ട് തരാറ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ പ്രാവശ്യം വരുമ്പോ ഇതൊന്ന് നോട്ട് ചെയ്യാൻ കഴിക്കണ്ട എന്ന് പറഞ്ഞു. കഴിക്കാതെ കിടന്നോളാൻ പറഞ്ഞു. കഴിക്കാതെ ഒരു ഡോർ ക്ലോസ് ചെയ്യാതെ കിടന്നു. പക്ഷെ അടുത്തേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് മകനാണ് ഇതിന്റെ ഉത്തരവാദിയെ. കേട്ടോ. അപ്പൊ ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സൈക്കോളജി എന്ന് പറയുന്ന നിസ്സാര ഒരു സബ്ജക്റ്റ് അല്ല. ഒരു മനുഷ്യന്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആയിട്ട് അത് റിലേറ്റഡ് ആണ്. ഓക്കെ. അപ്പൊ ചിലർക്ക് നമ്മൾ പറയുന്ന പോലെ ഈ ടെൻഡൻസി ഒരു സമയത്ത് നിൽക്കും. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികൾക്കെല്ലാം ഒരു 3 അക്ഷരത്തിൽ ലഭ്യമാണ്. വീഡിയോസ് കാണുന്നതിലൊക്കെ ഇതൊക്കെ ലഭ്യമാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ വേറൊരു പാരന്റ്സ് പറഞ്ഞാണ് വീട്ടിൽ വന്ന കുട്ടി പറയണമേ നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് 3 ലെറ്റേഴ്സ് അടിച്ചു കൊടുത്താൽ മതി. വലിയ ക്ലാസ്സിലൊരു ചേട്ടൻ പറഞ്ഞു തന്നാണ്. വലിയ ക്ലാസ്സിലൊരു ചേട്ടൻ പക്ഷെ ആ കുട്ടി 3ലാണ്. വലിയ ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലെ കുട്ടിയെ പറഞ്ഞ
3 ലെറ്റർ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി, അപ്പൊ നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ചോദിച്ചു ഏത് ലെറ്റേഴ്സ് ആണ് മോനെ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി എഴുതി കാണിച്ചു. അവന് വായിക്കാൻ പറ്റില്ല, അവൻ എഴുതി 3-ലല്ല 2-ലാട്ടെ എഴുതി കാണിച്ചപ്പോ എന്ത് പറയാനാണ് അല്ലെ. അങ്ങനത്തേക്ക് ഒരു സമൂഹമാണ് ഇപ്പൊ. മിസ്സേ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അച്ഛനും മകളുടെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ ഈ കൗൺസിലിംഗിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. 2 വയസ്സുള്ളൊരു മോളെയും കൊണ്ട് ഒരു അമ്മ വന്നതാണ്. കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ അത് വീട്ടുകാർ അറിഞ്ഞിട്ട് അത് ഇനി പുറം ലോകത്തേക്ക് ആരും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരത് പറയുന്നില്ല ആരോടും. അതായത് നമ്മൾ കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പറയാണ് വേറെ ആരും അറിയണ്ട, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രോബ്ലം ആവും എന്ന് പറഞ്ഞിട്ട് അവരത് അങ്ങനെ ആ കേസ് പുറത്തേക്ക് വിടുന്നില്ല. അങ്ങനെ ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സൊസൈറ്റിയിൽ. ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ട് ഇപ്പൊ. ഐശ്വര്യ അത് കൺസിഡർ ചെയ്യുന്നുണ്ട്, അറിയാൻ പറ്റും. ആ കുട്ടി എന്തെങ്കിലും സംസാരിച്ചോ ഐശ്വര്യ? കുട്ടിക്ക് 2 വയസ്സേ ഉള്ളൂ. പെൺകുട്ടിക്ക് ഒരു അവരെന്ന് പറഞ്ഞ കുറച്ച് എന്താ അധികം വലിയ സാമ്പത്തികമായിട്ട് അങ്ങനെ ഇതായിട്ടുള്ള ആളുകളല്ല. അപ്പൊ അവർക്ക് പേടി ഇനി അത് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആവും എന്നുള്ള ഒരു രീതി ആയാലോ എന്നുള്ള പേടി കാരണം അവരത് പുറത്തറിയിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ആ കുട്ടിയുടെ അമ്മ അന്ന്. പിന്നെ അവരെ പറഞ്ഞ് അയാളെ വിളിച്ചിട്ട് എല്ലാം ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ വിട്ടു. പിന്നെ എന്തായിന്ന് എനിക്കറിയില്ല, കുറച്ച് പേടിയാണ് വർഷങ്ങളായി. മിസ്. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളെ എന്തിനും വിടാനും പേടിയാണ്. പിന്നെ ആൺകുട്ടികളെയും സെയിം, രണ്ടുപേരെയും. പിന്നെ മിസ് ഒരു കാര്യം, നമ്മൾ ഒരിക്കലും അമ്മമാര് ആൺകുട്ടികൾ ഒരു ഇത്ര പ്രായമായി കഴിഞ്ഞാൽ ഒരിക്കലും കൂടെ കിടത്താൻ ഒരിക്കലും സമ്മതിക്കരുത്. അങ്ങനെ ഒരു കേസ് വന്നിരുന്നു. മകന് അമ്മയുടെ കൂടെ തന്നെ കിടക്കണം, അമ്മയില്ലാതെ കിടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അമ്മയ്ക്കും മോനുണ്ടെങ്കിലേ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അച്ഛൻ ഇതുപോലെ തന്നെ പുറത്തിങ്ങനെ വെക്കേഷൻ വന്ന ടൈമിൽ അമ്മ അച്ഛൻ്റെ കൂടെ കിടക്കാൻ പാടില്ല, മകൻ സമ്മതിക്കില്ല. അപ്പൊ അതും ഞാൻ ഇങ്ങനെ പറയാണ്, കുട്ടികളെ നമ്മൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ ആൺകുട്ടികളെ ഒരിക്കലും നമ്മള് കൂടെ കിടത്തരുത്. അതൊരു ഇതാണ്. പിന്നെ നമ്മൾ എപ്പോഴും മക്കളെ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ കാലമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പല രീതിയിലും കുട്ടികൾ ചീത്തയായി പോകാം. അതായത് ഇപ്പോ നമുക്ക് ഇപ്പൊ ഒരു സെക്ഷൽ റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു മനുഷ്യൻ തന്നെ വേണമെന്നില്ല, ആനിമൽസിനോടാകാൻ തോന്നുന്നത്. അങ്ങനെയും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇപ്പൊ നമ്മളെ ശരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് ഇത്തരം പ്രശ്നങ്ങളായിട്ട് അല്ലെ. അതെ. അപ്പൊ അതെല്ലാ അമ്മമാരും കുട്ടികളുള്ളവര് ഞാൻ പ്രത്യേകിച്ച് പെൺകുട്ടികളെ എല്ലാവരും നമ്മുടെ നാട്ടിലാണ് പ്രശ്നം കൂടുതൽ. അതാണ് എനിക്ക് പേടി. നാട്ടില് ഒന്നും പറയാൻ പറ്റില്ല. അങ്കമാടിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ അടുത്താണ്, മാഞ്ഞാലി ആ സൈഡാണ്. ഒരു ഇതേപോലെ ഒരു കുട്ടിയുടെ, അതായത് ടീച്ചർ ശ്രദ്ധിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അങ്കമാടിയിലെ ടീച്ചറിന്റെ ഹസ്ബൻഡാണ്. അവിടെ വരുന്ന കുട്ടികളോടാണ്. അയ്യോ, ഒന്നും ആലോചിക്കാൻ വയ്യ. നമ്മുടെ ഇവിടെ അല്ല, കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ്. ഐശ്വര്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ജയശ്രീ കുറെ പേരെ കാര്യം പറഞ്ഞു. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു ശിക്ഷ? ശിക്ഷ നമുക്ക് ഒരിക്കലും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്താണെങ്കിലും, അവരിപ്പോ എത്ര കൗൺസിലിംഗ് എത്ര സെഷന് വന്നാലും അത് അവര് പറഞ്ഞ് ആ ഒരു സമയത്ത് അവര് അനുസരിക്കുന്ന അല്ലാതെ അവരത് ഒരിക്കലും ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് മാറില്ല. അവര് ഇപ്പൊ നമ്മളിപ്പോ ഈ സൈക്കോസിസ് ന്യൂറോസിസ് എന്നൊക്കെ പറയില്ലേ മാം. ഇപ്പൊ ഒരു 15 വയസ്സിന് ഉള്ളിലെ ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഇപ്പൊ എന്തെങ്കിലും മെന്റലി എന്തെങ്കിലും കണ്ട് പേടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി എന്ന് വിചാരിക്കുക, അത് നമുക്ക് ന്യൂറോസിസ് ആക്കാം. അപ്പോൾ ഒരു 15 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ ഈ സൈക്കോളജിയിൽ കൗൺസിലിംഗിൽ പറയുക. അതിന് മുമ്പ് വരെ ഒരു സ്റ്റേജ് വരെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രോപ്പർ കെയർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുവിധം ഓക്കെ ആക്കി കൊണ്ടുവരാം. അത് ഒരു 15 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, അത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ കൗൺസിലിങ്ങിന് നന്നാവാനുള്ളവരാണെങ്കിൽ അത്യാവശ്യം പറഞ്ഞ് നമ്മളെല്ലാം മനസ്സിലാക്കി കൊടുത്ത് അതങ്ങനെ അതെ അങ്ങനെ തന്നെ കിടക്കും. പിന്നെ നമ്മൾ ഡയഗ്നോസിസ് ചെയ്ത് എന്താണ് പ്രോബ്ലം, അവരുടെ മനസ്സിൽ നിന്ന് അതെല്ലാം വരാനായിട്ടും പല ഇല്യൂഷൻസും ഇതൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതും കണ്ടിന്യൂലി അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പിന്നെ
നിങ്ങൾ പക്ഷെ പെൺകുട്ടികളുള്ള നമ്മളത് ഒരിക്കലും ഇങ്ങനെ നമ്മുടെ കോൺഫിഡൻഷ്യലാണ്, ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലെന്നാണ്. പിന്നെ നമ്മളിത് പഠിക്കുന്നോണ്ട് മാത്രം ഷെയർ ചെയ്യാ എന്നുള്ളൊരിതേ ഇതാണ്. നിങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ളവരുടെ എനിക്ക് പ്രത്യേകം ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, നിങ്ങൾ പെൺകുട്ടികൾക്ക് ഇടുന്ന ഡ്രസ്സുകൾ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞു കുട്ടിയാണെങ്കിലും അതെ ശരി, ഭയങ്കര മോശമുള്ള ഡ്രസ്സുകളാണ് കുറെ പാരന്റ്സ് ഇട്ടുകൊണ്ട് വരുന്നത്. ഇപ്പൊ ഭയങ്കര ടൈറ്റഡ് ആയിട്ട് കാര്യം കുഞ്ഞാണെങ്കിലും, പക്ഷെ മറ്റൊരു സമൂഹം കുട്ടീനെ അങ്ങനെയല്ല നോക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ കുറെ പാരന്റ്സ് അമ്മമാരാണ് കുറെ പേര് ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ ഇടിപ്പിക്കുന്നത്. എന്ത് വൾഗർ എന്ത് ബോറാന്ന് പറയും. നമ്മളിപ്പോ ആളിലൊക്കെ പോയി കഴിഞ്ഞാൽ ലുലുവിൽ അല്ലെ എറണാകുളത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കുട്ടി ഡ്രസ് ഇട്ടിട്ടുണ്ടോന്ന് കൂടി ചിലപ്പോൾ മനസ്സിലാവും. അപ്പൊ അതിന്റെ കുറച്ചുകൂടി വലിയ കുട്ടിക്ക് അത്രയും പോലും തുണി ഉണ്ടാവില്ല, അതേപോലെ ഡ്രസ് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മാക്സിമം ഇപ്പൊ പറയും നമുക്ക് ഫ്രീഡം ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഞങ്ങളുടെ അത് കാണിക്കാം ഇത് കാണിക്കാം, അങ്ങനെയൊന്നും അല്ല. അത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. കാര്യം മാന്യമായ വസ്ത്രം ധരിപ്പിക്കുക, അത് തന്നെയാണ് ഏറ്റവും വേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ ക്ലാസ്സിലും കയറുമ്പോൾ പറയാറുണ്ട്, ഫോട്ടോസ് ചിലവരുടെ പ്രൊഫൈൽ പിക്ചറിൽ കാണാം കുട്ടിയുടെ പിക്ചർ ഇട്ടിട്ടുണ്ടാവും അല്ലെ, DP-യില് പിക്ചർ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഡ്രസ്സ് കണ്ടിട്ട് ഒരു പ്രാവശ്യം ഞാൻ 76-ലെ കുട്ടിയോട് പറഞ്ഞതാണ്. അപ്പൊ ടീച്ചർ ഇപ്പൊ ഫാഷൻ സെൻസ് ആണെന്ന് പറഞ്ഞു. എന്ത് സെൻസ് ആണ്? കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മാക്സിമം ശ്രദ്ധിക്കുക. ഡ്രസ്സ് ഇടണ്ടാന്നൊന്നും പറയുന്നില്ല, പക്ഷെ മാന്യമായ ഡ്രസ്സ് ഇടിപ്പിക്കുക കുട്ടികളെ കൊണ്ട്. അത്യാവശ്യം നമ്മൾ അവരുടെ ആവശ്യമുള്ള ഭാഗങ്ങൾ കാണാത്ത രീതിയിൽ ഡ്രഗ്സിന്റെ ഉപയോഗം വളരെ കൂടുതലല്ലേ, അതുകൊണ്ടും സംഭവിക്കുന്നുണ്ട്. അതെ. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയസാണ് അതൊക്കെ. പിന്നെ ആൺകുട്ടികളായാലും രണ്ടുപേരും ഒരേപോലെ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൺകുട്ടികളും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരും പലതരത്തിലുള്ള അബ്യൂസിന്. ഇപ്പൊ ഐശ്വര്യ, ആൺകുട്ടികളുടെ എന്തെങ്കിലും റീസൺസ് വന്നിട്ടുണ്ടോ? ആൺകുട്ടികളുടെ വന്നിട്ടുണ്ട് മിസ്. ഇതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു അമ്മയുടെയും മകന്റെയും ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നത് ഒരു കുട്ടി, അമ്മയും മോനും കൂടെ ആയിട്ടാണ് വന്നത്. ആ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു അങ്കിള് ഇവിടെ എന്തോ റിലേഷനിലുള്ള ആളാണ്, എന്തോ മൊബൈലിൽ എന്തോ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിൽ നമുക്ക് മോശമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസും അതും ഇതും കാണിച്ചു കൊടുത്തിട്ട് ആ കുട്ടീനെ അങ്ങനെ ഡെയിലി അങ്ങനെയാണ്. ഇവൻ സ്കൂളിലേക്ക് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഇയാളുടെ അടുത്തേക്കാണ്, വീട്ടിലേക്കാണ് പോണേ. അയാൾ എന്തോ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കാണാൻ പാടില്ലാത്ത പല വീഡിയോസും കാണിച്ച് ആ കുട്ടീനെ ഇതാക്കി വീട്ടിലേക്ക് പറഞ്ഞു വിടും. പിന്നെ ആ കുഞ്ഞിന് നമ്മള് മാസ്റ്റർബേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളും അതിലേക്ക് കടക്കുകയും അങ്ങനെയും പ്രോബ്ലം ആയിട്ടുള്ള കേസുകളും വന്നിട്ടുണ്ട് മാഡം. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തില്ലേ ചിലരത് ഇഷ്യൂ ആക്കണില്ല. എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ഉപ്പപ്പ കുട്ടീനെ ഇതേപോലെ എന്തോ ചെയ്തിട്ട് ഉമ്മമ്മ പറഞ്ഞത് എന്താന്നറിയോ, നീ എന്തിനാ അതൊക്കെ വിഷയാക്കണ, അവൾ ഉപ്പപ്പല്ലേന്നാ പറഞ്ഞത്. ഇതിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഇപ്പൊ സമൂഹത്തില് ആണും കല്യാണം കഴിക്കുന്നുണ്ട്, പെണ്ണും കല്യാണം കഴിക്കുന്നുണ്ട് ഇല്ലേ? അങ്ങനത്തെ ഒരു ലോകമായി മാറിയില്ല. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. അത് അവരുടെ പേഴ്സണൽ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടില്ല. ചെയ്യണേന്ന് നമുക്കൊന്നും പറയാനില്ല, പക്ഷെ അങ്ങനത്തേക്ക് ഒരു ലോകമാണ് അല്ലെ? ഇതുപോലെ തന്നെയല്ല, സിമ്പിൾ ആയിട്ട് ഇപ്പോ ഒരു +2 കഴിഞ്ഞ ഒരു മോളും അമ്മയും വന്നു. മോള് എന്ത് ചെയ്ത അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോവില്ല, വീട്ടിൽ പോവണ്ട, അവൾക്ക് അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോവണ്ട, അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ കൊടുക്കില്ല, അമ്മ അങ്ങനെയാണ്, അമ്മ എന്നെ ഉപദ്രവിക്കും. അത് ഭയങ്കര ഒരു പ്രോബ്ലം ആയിരുന്നു. അമ്മയ്ക്കില്ലാത്ത കുറ്റങ്ങളില്ല, അമ്മ അത് ചെയ്യാൻ സമ്മതിക്കില്ല, അമ്മ എന്റെ ഇഷ്ടത്തിന് വിടില്ല, ഇഷ്ടത്തിന് ഡ്രസ്സ് ചെയ്യാൻ സമ്മതിക്കില്ല, എനിക്ക് പോകേണ്ട അടുത്ത് പോവില്ല, +2 കഴിഞ്ഞതേ ഉള്ളൂ, എനിക്ക് മൊബൈൽ വാങ്ങി തന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ആ കുട്ടി എന്ത് ചെയ്താ വീട്ടിലേക്ക് പോവില്ലായിരുന്നു. അത്രയ്ക്ക് അത് കുറച്ചൊരു പാടായിരുന്നു. പക്ഷെ കാരണം സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. അമ്മ ഒന്നിനും ഇതില്ല, സമ്മതിക്കില്ല, മൊബൈല് കൊടുക്കില്ല, അവക്ക് കുറെ ആരെയൊക്കെ വിളിക്കണം, അങ്ങനെയുള്ള പ്രോബ്ലംസ്. നിക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ കൊടുക്കുന്നുണ്ടാവും അല്ലേ? അതായത് മൊബൈലും ഇതൊക്കെ അമ്മൂമ്മമാരും. ഇല്ല, അമ്മയും അച്ഛനും മോളും ഉള്ള വീടേ 3 പേരേ ഉള്ളൂ ആ വീട്ടില്. ലാസ്റ്റ് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ പ്രോബ്ലം അച്ഛനായിരുന്നു പ്രശ്നം. അത് അങ്ങനെ 2-3 പ്രാവശ്യം അവര് വന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം അച്ഛൻ ഫോഴ്സ് ചെയ്തിട്ട് മൊബൈലില് ആദ്യം ആൺകുട്ടിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ. ശരിക്കും നമ്മൾ ഇതൊക്കെ സിനിമയിൽ കാണുന്നതേ നമ്മുടെ അറിവിലുള്ളൂ. ഇങ്ങനെ നേരിട്ട് വരുമ്പോഴാണ് എനിക്ക് ശരിക്കും ഷോക്കായത്. ഒരു ആൺകുട്ടീനെ ഇതുപോലെ ഞാൻ പറയില്ല, ആനിമൽ ആയിട്ട് സെക്ഷൽ, ആ കുട്ടി വേറെ പെണ്ണ് വേണ്ട, അതില് പ്ലഷർ കണ്ടെത്തുന്നത് ഇതുപോലെ മൃഗങ്ങളിലാണ്.
അതൊക്കെ എന്ന് പറഞ്ഞ് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മള് അതെ കൾച്ചർ എന്നുള്ള ഭാഗം പറഞ്ഞപ്പോഴാണ് ഈ തോമസിലോട്ടൊക്കെ പോയത് അല്ലേ? മിസ്സേ അതുപോലെ തന്നെ ഞാനും എനിക്കൊരു ഒറ്റ മോനേ ഉള്ളൂ. അവൻ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ എപ്പോഴും അവൻ സ്കൂളിൽ വിട്ട് വന്ന് ചോദിക്കും, അവന് എവിടെയെങ്കിലും വേദന എന്തെങ്കിലും ഒക്കെ പറയുകയാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ അങ്ങനെ എപ്പോഴും ചോദിക്കാറുണ്ട്. രാവും പകലും ഞാൻ സ്കൂളിൽ പോകുമ്പോഴും പറയും, എത്രയായാലും നമ്മളെ അടുത്ത് അറിയണവരാണെങ്കിൽ എന്തെങ്കിലും മിഠായി ചോദിച്ചാലോ ഇന്നത് വരെ ശരിയാണ്, കുഴപ്പമില്ല. നമ്മളെ ശരിക്കും കുട്ടികളെ നന്നായിട്ട് നമ്മൾ സൂക്ഷിക്കണം. വീട്ടിലുള്ളവരെ പോലെ വിശ്വസിക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് കേട്ടോ. അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. ഇത് തൊട്ടടുത്ത് അപ്പുറം വീട്ടിലൊന്നും ആനെ കുട്ടികളൊന്നും ഇടണ്ട. നമ്മുടെ കൂടെ എപ്പോഴും സേഫ് ആയിട്ട് ഇരിക്കുന്ന അത്രയും നാൾ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ അവര് ചിറകം വെച്ച് പറക്കുന്ന സമയത്തല്ലേ, അപ്പൊ അവരെ നോക്കിക്കോളും എന്ന് വിചാരിക്കണം അല്ലെ? ഇവിടെ ട്യൂഷൻ വരെ ഓൺലൈനാണ് മിസ് ഇപ്പൊ. നന്നായി. അപ്പൊ എനിക്കും ശ്രദ്ധിക്കാലോ പഠിക്കുന്നതേ. അതുകൊണ്ട് എപ്പോഴും ബഹളം അടിയും വഴക്കുമാണ്. ഓ പേടിയോണ്ടല്ലേ ഇങ്ങനെ ഓൺലൈൻ ആക്കിയേക്കുന്ന ട്യൂഷൻ? മിസ് ഞാൻ തന്നെ കൊണ്ടുപോയാലും എല്ലാം ഉണ്ട്. ഓക്കെ ശരി, താങ്ക് യു. ടീച്ചർ ലാസ്റ്റ് എന്തോ പറയാന്ന് പറഞ്ഞായിരുന്നല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ചാറ്റ് ചെയ്താൽ മതി കേട്ടോ. ക്ലാസ്സിൽ എന്ത് പറയുന്നുണ്ട്, ക്ലാസ്സിലെ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പേഴ്സണലി ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകണ്ട കേട്ടോ. നിങ്ങൾക്ക് അത്രയും പേഴ്സണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നവര് നിങ്ങളുടെ പേഴ്സണൽ കോൺടാക്ട് കൊടുത്തിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്തോളൂ. ഗ്രൂപ്പിൽ ഒരിക്കലും അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കരുത് കേട്ടോ. ഇപ്പൊ ബർത്ത്ഡേ വിഷയം എന്നൊന്നും പ്രശ്നമില്ല. അല്ലാതെ ഫോട്ടോസില് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട കേട്ടോ. വേറൊരു ഗ്രൂപ്പ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ചെറിയൊരു പ്രശ്നം അങ്ങനെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആരാണോ ഗ്രൂപ്പ് അഡ്മിൻ ആ കുട്ടി ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത എന്തെങ്കിലും മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി അവിടെ ചർച്ച ചെയ്യാൻ നിൽക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ലേറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാനിരിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവര് എന്തെങ്കിലും സംശയം ഇപ്പൊ ഗ്രൂപ്പ് അഡ്മിനോട് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ രാത്രി ഒരു 10 മണിക്ക് ശേഷം ആരും റിപ്ലൈ കൊടുക്കണ്ട. നേരെ വെളുത്ത് പിറ്റേ ദിവസം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. രാത്രി നിങ്ങൾ ഈ നമ്മുടെ ഗ്രൂപ്പ് വെച്ചിരുന്ന് വേറൊരു പ്രശ്നം പേഴ്സണൽ ലൈഫിൽ ആർക്കും ഉണ്ടാവരുത് കേട്ടോ. അത് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവരും നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ഒരേപോലെ അല്ല, പലർക്കും പല രീതിയിലായിരിക്കും ഇതൊക്കെ നോക്കി കാണുന്ന റെക്കോർഡിൽ കാണുന്ന കുട്ടികളുണ്ട്. അവര് ചിലപ്പോൾ ഗ്രൂപ്പിലുണ്ടാവും. അപ്പൊ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ അത് കൊണ്ടുപോകണം. ആരാണെങ്കിലും വേറെ പ്രശ്നങ്ങൾ മുന്നിൽ വരരുത്. ഓൺലി നമ്മുടെ മോണ്ടിസോറിന്റെ കാര്യങ്ങൾ മാത്രം. ഓക്കെ, താങ്ക് യു. നമുക്ക് എന്താ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് പ്രോഗ്രാം എല്ലാം ചെയ്യാം മിസ് ഓഫ് ചെയ്യല്ലേ എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ സ്മാർട്ട് ഇതില് നമുക്ക് കുറച്ച് ഡിസ്കഷൻ ഇന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഗ്രൂപ്പ് സോങ്ങും ഗ്രൂപ്പ് ഡാൻസും എക്കോയൊക്കെ എന്താണ് നമ്മൾ ഓൺ ആക്കുമ്പോ വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ. അപ്പൊ ജയദേവൻ സാറ് പറഞ്ഞു മിസ്സിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. വേണ്ട മിസ് വേണ്ട. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മിസ്. സൈൻ ഔട്ട് ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞൂടാ മിസ്. കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. എന്നിട്ട് കറക്റ്റ് ആയിട്ട് നിർത്തി പോയിക്കോളാം കേട്ടോ.